നമ്മളൊരു മുട്ടയെടുത്ത് മന്ത്രവാദിയുടെ തലയിൽ 3 വട്ടം ഉഴിഞ്ഞിട്ട് തറയിലെറിഞ്ഞ് പൊട്ടിക്കാൻ നേരം മന്ത്രവാദി ശിഷ്യന്മാര് അന്റെ കാലിൽ വന്ന് പിടിച്ചിട്ട് കൊല്ലല്ലേ ഉസ്താദേ കൊല്ലല്ലേ ഉസ്താദേന്ന് പോകുന്ന ഉറപ്പല്ലേ? നാളെ കഴിഞ്ഞ് പോയാ പോരെ, നമുക്ക് നല്ല ക്ഷീണം ഉണ്ടെന്നേ. തന്നോടല്ലോ അയാൾ പോകുന്ന ഉറപ്പല്ലേ? അതിനെന്താ സംശയം? അല്ലെങ്കിൽ നമ്മൾ അടുത്ത തഞ്ചൊരു ഓംലേറ്റ് അടിക്കട്ടെ. ആരെങ്കിലും കേൾക്കും, താൻ പോ. പഠിച്ചോനെ കേൾക്കാനും പാടില്ല. ആരാ? ഞാൻ ബിയാത്തു. ഷേണായി മന്ദിരത്തിൽ ബിയാത്തോ? ആ, ഞാൻ എന്റെ മാപ്പിളയെ നോക്കിയിരുന്നതാ. നടുവിന് സുഖമില്ലാതെ ഇവിടെ കിടക്കണ ബെല്ലി ഷേണായിക്ക് മർമാണി ചികിത്സയ്ക്ക് വന്ന സുലൈമാന്റെ ബീഡ്രാ ഞാൻ. സുലൈമാനേ അന്റെ കാര്യം പോയി. ഞമ്മള് കളപ്പുരയല്ല പാർപ്പ്. ഒറ്റയ്ക്ക് പോവാൻ ഞമ്മക്ക് പേടിയാ. പുയ്യാപ്പിള വരുമ്പോ ഒരു നേരാവും. നോക്കി നിന്ന് മെയ്യ കഴിച്ചു. ഞമ്മളാക്കി തന്നാ പോരെ? അയ്യോ, ഇങ്ങക്ക് ബുദ്ധിമുട്ടാവൂലേ? ഇല്ലെന്ന് വരി. അല്ല ഒത്ത് ബിയാത്തോ, ഞമ്മളിവിടെ വന്നത് എന്തിനാന്നറിയാ? ഒരു മുട്ടപ്രയോഗത്തിനാ. നിക്കി മിസരി പൊന്നിന്റെ തട്ടമിട്ട് അന്നെ കാണാൻ സ്വർഗത്തിലെ മാലാകയെ പോലുണ്ട്. നമ്മളെ കളിയാക്കല്ലേ? ഓടല്ലേ, ഒന്ന് നിക്കി. മാപ്പിള വരാൻ ഒരുപാട് വൈകുവോ? എന്നാ അറയിലേക്ക് നമ്മളും കൂട്ടുവരാം. എന്തിനാ? പഠിച്ച കല്യാജ് ഒന്നും അറിയാത്ത പോലെ. ഇങ്ങക്ക് കുടിക്കാൻ എന്താ വേണ്ടിയത്? അതിപ്പോ എന്തായാലും കുഴപ്പമില്ല. സർബത്താ ചോരയാ? അതിപ്പോ സർബത്തോ ചോരയോ? ഇത് ഏത്? അവിടെ നിൽക്കണം. ഇവിടെ വന്ന് വീട്ടിൽ വന്ന് ഇതൊക്കെ സമ്മേളനം പഠിച്ചോനെ. അല്ല രസോട്ടി പ്രേതത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഞാൻ ഓടി വന്നതാ. പേടിക്കണ്ട, ഇന്ന് എന്നോടൊപ്പം ഇവിടെ 5 ഉറങ്ങാം. എടുത്ത് വെളിയിലിടരുത്, എനിക്ക് പ്രേതത്തെ പേടിയാ. അയ്യോടാ പാവ എന്തോ കണ്ട് പേടിച്ചതാ. വെറുതെ അല്ലേ, ഇന്ന് ഫ്രൈഡേ അല്ലേ? ഫ്രൈഡേ ചുമ്മാതല്ല, ഹാഫ് ഫ്രൈ പോലെ ഒരു സാധനം എന്നെ ഓടിച്ചതിനകത്ത് കഴിച്ചത്. നീ വലിയ ഉസ്താദല്ലടാ. ചുമ്മാ കല്ല് വെച്ച നുണ പറയരുത്. എന്തെന്ന്? ഞാൻ ഉസ്താദല്ല, പിന്നെ പയറുള്ള പപ്പൻ. അപ്പൊ അതിന്റെ കൂടെ ഉള്ളതോ? അയ്യോ, അതെന്റെ ബീവി. ഈ ചെറിയ ചെറിയ സഹായത്തിനൊക്കെ അടിക്കരുത്. സെറ്റപ്പ്. ഇവിടെ നിങ്ങൾ ഇറങ്ങി. അയ്യോ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ മന്ത്രവാദിയുടെ ശക്തി എനിക്ക് മനസ്സിലായി. എന്നാ പ്രേതം ഓടിച്ച് അതുവരെ വന്നിട്ട് ഇതിനകത്തോട്ട് കയറിയില്ല. എന്നെ എടുത്ത് പുറത്തിടരുത്, എന്നെ അവള് കടിച്ചില്ലാതാക്കും. എനിക്ക് പേടിയാ. പാവുണ്ട്. നീ ഒരു കാര്യം ചെയ്യും, ആ പേടി മാറാനുള്ള അരിഷ്ടല്ലേ, അതൊരു 2 പെക്കെടുത്ത് ഉസ്താദിനോട് കൊടുക്കുക. വേണ്ട വേണ്ട, വെള്ളം വേണ്ടെന്ന്. കൊടുക്ക. എനിക്ക് വെള്ളം ഒഴിച്ച ശീലല്ല. ഉസ്താദ് വിചാരിക്കുന്ന പോലെ ഞാൻ അത്ര വലിയ മന്ത്രവാദിയൊന്നുമില്ല. മാന്ത്രികൻ മണപ്പള്ളി ഭട്ടതിരിയുടെ മകൻ. അത് മാത്രമാണ് എന്റെ യോഗ്യത. എല്ലാം വേണ്ടാന്ന് വെച്ച് ഇവിടുന്ന് ഇറങ്ങിയതാ. പക്ഷെ പോകാൻ മനസ്സനുവദിക്കുന്നില്ല. എനിക്ക് ഉസ്താദിന്റെ ഒരു സഹായം വേണം. എന്ത്? ശബരിമലയിൽ അയ്യപ്പന് വാവര് കൂട്ടെന്ന് പറയുന്ന പോലെ ഇവിടെ ഈ ഷേണായ മന്ദിരത്തില് മണപ്പള്ളി മുകുന്ദനുണ്ണി ഭട്ടതിരിക്ക് ഉസ്താദ് കൂട്ട്. കോടുകൈ. ഓക്കേ. യാ അല്ലാഹ് ഷെയ്ഖ് മുഹീദ്ദീൻ, യാ അല്ലാഹ് ഖുവത്തുല്ലാ ബറകാത്തു. ഹസതി ചന്ദന ഹറാമി ഉൽ ഹറാമി. ഷേണായി മന്ദിരത്തിൽ ഉറുക്കു എന്ന ശൈത്താൻ ഇപ്പൊ ഓളുടെ ശരീരത്തിലാണ് പാർപ്പ്. വന്ന കയറി അന്ന് തുടങ്ങിയതാ. ഇല്ലാത്ത രക്ഷയുടെ പേരും പറഞ്ഞ് ഈ ഹറാസ്മെന്റ്. ആദ്യം ഒരു മന്ത്രവാദി, ഇപ്പൊ ഇതുപോലെ ഒരുത്തനും. മോളെ നീ ഇല്ലാ ദേഷ്യം കണ്ട ഞമ്മക്കല്ലേ അറിയൂ. ഒരു കാര്യത്തിലും ദേഷ്യപ്പെടാത്ത കുട്ടിയായിരുന്നു അവള്. അവളെ രക്ഷിക്കണം ഉസ്താദേ. ഞമ്മളെ ബുദ്ധിയിൽ ഒറ്റ ബയ്യെ കാണുന്നുള്ളൂ. ഓളെ ഏർവാടി പള്ളിയിലെത്തിക്കണം. എല്ലാം ഉസ്താദിന്റെ ഇഷ്ടം. ആര് പറഞ്ഞാലും അവൾ അനുസരിക്കില്ല. അക്കാര്യം ഞമ്മളേറ്റ്. ബീവി, എത്രയും പെട്ടെന്ന് യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിക്കോളി. കുണ്ടന്മാരെ വരി. കുനിഞ്ഞു നടു വളയുമെന്തോ. എന്തായി? പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞ സമയത്ത് അവള് വന്നിരിക്കും.
കൊടുകൈ. ആഹാ, എനിക്ക് പണിയായല്ലോ. മാറെ പെണ്ണും പിള്ള ജോലി ചെയ്യാനും സമ്മതിക്കില്ല. ഭദ്രമായിട്ട് ഇവിടെ ഇരുന്നു. ഡ്രൈവർ ഞാനാ, വണ്ടി സ്റ്റാർട്ട് ചെയ്തോ. പോലീസ് പോലീസ്! അയ്യോ, ഞാൻ പോലീസ് അല്ല, ഞാൻ കള്ളനുമല്ല, പോർട്ടർ പോർട്ടർ. ഈ കൂലി 7-ാം കൂലിയല്ല, വെറും കൂലി. പിന്നെ എന്തിനാ നീ പെട്ടിയെടുത്ത് ഓടിയത്? എന്നിട്ട് അത് കൊണ്ടുവന്ന് എന്തിനാ ടാക്സിയിൽ വെച്ചത്? അയ്യോ, ഞങ്ങൾ പോർട്ടർമാർ ഇങ്ങനെ പെട്ടി കണ്ട വിടില്ല. എന്റെ കൂലി തന്നിട്ട് സാറന്മാര് ടാക്സിയിൽ കയറി പോയാട്ടെ. ഞങ്ങൾക്ക് ഈ ടാക്സിയിൽ പോണ്ടെങ്കിലോ? സാറിന് ടാക്സി വേണ്ടെന്ന്. അതിലൊന്ന് കയറിയാൽ എന്തായിരുന്നു? മോനെ, ഒരു നിമിഷം. അതെ, ഈ സാറന്മാരുടെ പെട്ടി ആ വണ്ടിക്കകത്തായി പോയി. ഞാൻ ഒന്ന് പോയി എടുത്തിട്ട് വരട്ടെ, ഒരു 5 മിനിറ്റ്. പെട്ടിയായിട്ട് വരുമ്പോ ഇവിടെ തന്നെ കാണണേ. ഞാൻ കള്ളനാന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായില്ലല്ലോ. ഏയ്, ഈ ബൈക്ക് പൊളിച്ചടിക്ക് വിറ്റേക്ക്. പെട്ടിയിൽ വല്ലതും ഉണ്ടോടെ? നോക്കട്ടെ. എല്ലാം തുള വീണത്. യുവന്മാർക്കെന്താ പഴയ ജട്ടിയുടെ കച്ചവടമുണ്ടോ? ദൈവമേ, എന്നെ തപ്പിയെങ്ങാനും വന്നതായിരിക്കും. ഇത് നമ്മുടെ വാസുചേട്ടനല്ലേ? ഇതാണ് ഞാൻ പറഞ്ഞ സർവ്വഗുണങ്ങളുള്ള മറ്റേ ആള്. തരികിടയാണല്ലേ? അല്ല, ഒരു തരികിടയെ തേടി വന്നതാണ്. കോടീശ്വരിയായ ഒരു പെൺകുട്ടിയെ നിനക്ക് കെട്ടിച്ചു തരാം. സാറിന്റെ മോളോ പെങ്ങളോ? എന്താ വയറ്റിലെങ്ങാനും ഉണ്ടായോ? എടാ വാസു, ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ തത്തറ. അതെ, വധു സാറിന്റെ മകളല്ല, സാറിന്റെ ശത്രുവിന്റെ മകളാണ്. ബാറുകൾ, കാറുകൾ, നക്ഷത്ര ബംഗ്ലാവുകൾ എല്ലാം നിനക്ക് സ്വന്തമാക്കാം, ഞാൻ പറയുന്നത് പോലെ അനുസരിക്കുകയാണെങ്കിൽ. എന്നാ ഇപ്പൊ തന്നെ പോവാം. 2 പെറ്റതാണെങ്കിലും കുഴപ്പമില്ല. നീ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ലടേ. ആദ്യം നീ അവളൊന്ന് വളയ്ക്കണം. വളയ്ക്കാം. ഈ കോലത്തിൽ അവള് വളയില്ല. എനിക്ക് എന്താണ് ഒരു കുറവ്? നിനക്ക് കുറവേ ഉള്ളൂ. കൂടുതലില്ലാന്ന്. നിന്റെ ക്വാളിഫിക്കേഷൻ എനിക്ക് ഇഷ്ടമായി. പക്ഷേ പെണ്ണിനെ ഇഷ്ടപ്പെടണമെങ്കിൽ നിന്റെ ഭാഷ, നിന്റെ വേഷം, നിന്റെ നടത്തം, നിന്റെ രൂപം ആകെ അടിമുടി ഒന്ന് മാറണം. നീ ഒരു കോടീശ്വരനായി മാറണം മോനെ. എന്നാലും എന്റെ താങ്ങും തണലും അല്ലേ ആ കള്ളം കട്ടണ്ടു പോയത്? എന്ത് ജെട്ടി? അയ്യേ, അപ്പൊ നീ ഇപ്പോ? ഇല്ലെന്നേ, ആ കള്ളം കട്ടണ്ടോ ബാഗിലായിരുന്നില്ല അത്. ഏതായാലും റിസോർട്ടിൽ മുറിയെടുത്ത് വലിയ മണ്ടത്തരമായി പോയി. എടാ, ഇത് രാജക്കാരുടെ റിസോർട്ടല്ലേ? ആ ഗ്രൂപ്പിലെ കംപ്ലീറ്റ് ആൾക്കാരുടെ വിഹാര കേന്ദ്രമാണിത്. എടാ, നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്യാൻ യാദൃശ്യമായിട്ട് അവളെ കാണാനും പരിചയപ്പെടാനൊക്കെ സാധിക്കും. എടാ, ദേ, നമുക്ക് ഊണ് കഴിക്കണ 2 എണ്ണം കഴിക്കാം. ഹലോ ഹലോ, പിന്നെ വിളിക്കൂ. ഞാൻ ഒരുപാട് മീറ്റിംഗിലാണ്. അതെ അതെ അതെ. ഓക്കെ. ഹായ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഹൗ ഓൾഡ് ആർ യു? ഓക്കെ. എവിടെയോ നമ്മൾ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ. ബസ് സ്റ്റാൻഡ്, ചന്ത, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ ഞാൻ പോകാറില്ല. ബട്ട് ഐ ആം എ കോടീശ്വരൻ. കണ്ണിൽ കണ്ടാൽ ഹംസ മുതലാളി എന്ന് വിളിക്കും. ആരെ? എന്നെ. ഓ സർ, ഓർഡർ പ്ലീസ്. ആള് മുന്നിൽ നിൽക്കുമ്പോ എങ്ങനെയാ ഓടുന്നത്? സർ, ഓർഡർ പ്ലീസ്. ഞാനൊന്ന് ഓർഡർ ചെയ്യട്ടെ. ഒന്ന് അവിടെ എവിടെയെങ്കിലും ചെന്നിരിക്കൂ. കോടീശ്വരന്മാരെ ഇങ്ങനെ ശല്യം ചെയ്യരുത് പ്ലീസ്. ഓക്കെ 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 ഓക്കെ. മണ്ടന്മാർക്ക് എന്നെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. അവൻ തന്നെയല്ലേ ഇവൻ? അവൻ തന്നെയാ. അവൻ എവിടം വരെ പോകും നോക്കാം. എടാ പപ്പു, അപ്പൊ ഇന്ദുവിടെ ഉള്ളോണ്ടാ നിന്നെ കൊണ്ട് കെട്ടിയെടുത്തല്ലേ? പഠിച്ച് പാസ്സാകാനൊന്നുമല്ല, 6 മാസം മതി എന്നൊക്കെ പറഞ്ഞപ്പോ ഇതാണ് കേസ് കേട്ടത് മനസ്സിലായില്ല. എടാ പോത്തെ, തല കുത്തിന്നാലും നിനക്ക് ആ കേസ് റീഓപ്പൺ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കണ്ട. ചത്താലും അവൾക്ക് എന്നുള്ള കലിപ്പ് തീരില്ല. അതൊക്കെ അറിഞ്ഞിട്ട് വെറുതെ. പോടാ പോടാ പോടാ. എന്റെ മനസ്സിൽ അതൊന്നുമില്ല. നിങ്ങൾ വെറുതെ കാട് കയറണ്ട. എന്തിനാ ഞാൻ പിടിക്കാൻ വരുമ്പോ നീ ചാടി പോകുന്നേ? നീ എന്റെ ഭാര്യയുടെ സ്വഭാവം കാണിക്കരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിച്ച് തീർത്തൂടെ? രാത്രി നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. നിന്നെ ഫ്രൈ ആക്കും, നോക്കിക്കോ. എടാ നമ്മടെ തവള തമ്പി. നീയൊക്കെ എന്താടാ ഇവിടെ, മക്കളെ ചേർക്കാനാ? അല്ലടാ, ഞങ്ങൾ ഇവിടെ പഠിക്കാൻ വന്നതാ. ദൈവമേ, നീയൊക്കെ പഠിക്കാനോ? എടാ, ഞാൻ കരുതി നീയൊക്കെ പഠിച്ചൊരു നിലയിലെത്തിയിട്ടുണ്ടാവുന്നു. എവിടെ? അപ്പൊ ഞാൻ തന്നെയാണ് ഭേദം. എനിക്ക് സ്ഥിരമായിട്ടൊരു ജോലിയെങ്കിലും ഉണ്ടല്ലോ. നിന്റെ ജോലി? തവള പിടുത്തം, ലാബ് അറ്റൻഡർ. കോളേജിൽ പഠിക്കുന്ന കാലത്ത് നീ കുറെ തവളയെ പിടിച്ചിട്ടുള്ളത് കൊണ്ട് ജീവിതത്തിൽ നിനക്കത് ഉപകാരപ്പെട്ടില്ലേ? അല്ല, ഇപ്പോഴത്തെ പിള്ളേർക്ക് നിന്റെ പഴയ പേരറിയോ?
ദയവ് ചെയ്ത് നിങ്ങളായിട്ട് ഇനി അറിയിക്കണ്ട. പിന്നെ നമ്മൾ ഒരുമിച്ച് പഠിച്ചതാണെന്ന് വേറെ ആരോടും പറയണ്ട. കാരണം ഇന്നത്തെ എന്റെ നിലയ്ക്കും വിലയ്ക്കും അത് മോശമാണ്. ഇന്ന് വാടാ, തവളെ കാണിച്ചു തരാടാ, നല്ല മെച്ച തവള. എന്താണ് പ്രശ്നം? പിള്ളേര് നല്ല മൂർച്ചയുള്ള ടൈപ്പാ. മേല് മുറിയാൻ നോക്കണം. നിന്റെയൊക്കെ കയ്യിലിരിപ്പ് പഴയതാണെങ്കിൽ മുറിയും. ഇപ്പോഴത്തെ പിള്ളേരെ നേരിട്ടല്ല, കൊട്ടേഷനാ. അടിയോടി സാർ തന്നതാ. വൈകിട്ടെന്താ പരിപാടി? അടിയോടടി. മാനസമൈനെ വരൂ, മധുരം നുള്ളി തരൂ, അരുമ പൂവാടിയിൽ. മതിടാ പരീക്കുട്ടി. ഞാൻ പാടും. പാടി പാടി നെഞ്ചു പൊട്ടിച്ചാകും. പെണ്ണ് പറ്റിക്കാത്ത ഏതെങ്കിലും കാമുകന്മാർ ഈ ലോകത്തുണ്ടോ? ഉണ്ടെങ്കിൽ പറ. നിനക്കറിയോ, എന്റെ അമ്മുവിന്റെ അച്ഛൻ പറഞ്ഞു പെട്ടി നിറയെ കാശുള്ളവരെ അമ്മുവിനെ കെട്ടിച്ചു തരൂന്ന്. ആ വാശിക്ക് ഒരു വലിയ പെട്ടിയും പണിയായതെടുത്തോണ്ട് നാട് വിട്ടവനാ ഞാൻ. കാശുണ്ടാക്കാൻ ഈ പഞ്ചാബികള് താടിയും മുടിയും നീട്ടി വളർത്തുന്നത് കണ്ടിട്ടാ ബാർബർ പണിക്ക് ഇങ്ങോട്ട് വണ്ടി കയറിയത്. ഇവിടെ വന്നപ്പോഴാ മനസ്സിലായത് ജന്മം ചെയ്ത ഇവന്മാര് താടിയും മുടിയും വടിക്കില്ലാന്ന്. പട്ടിണിയും പരുവട്ടായി തിരിച്ച് നാട്ടിൽ ചെന്നപ്പോ ആ ഗ്യാപ്പിൽ അമ്മ വേറൊരുത്തനെ കെട്ടി. അങ്ങനെ അമ്മുവുമായിട്ടുള്ള ജീവിതം പൊട്ടി. ഇവിടെ ഇപ്പൊ പൊട്ടിയ ടയർ ഒട്ടിച്ച് കഴിയുന്നു. പഞ്ചറകട. നീ എന്തിനാ തലൂത്തി നിൽക്കുന്ന? അവിടെ ഇരിക്കേ. ഓനിരിക്കെ എപ്പോഴും വീഴാറില്ല. ഇതൊക്കെ സർവ്വസാധാരണമാണ്. മിണ്ടായില്ല. നീ മിണ്ടരുത്. നീ മിണ്ടാറാവുമ്പോ ഞാൻ പറയും. ഓക്കെ? ഇവനുണ്ടല്ലോ ഈ കാർത്തികേയൻ, 6 കൊല്ലം മുമ്പ് നാട്ടിലെന്തോ കിടുമണി ഒപ്പിച്ച് ഇവിടെ വന്നതാ. കോടീശ്വരൻ. അരിപ്പ പോലത്തെ ഒരു ജട്ടിയും ഒരു പിഞ്ഞിയ കൈലി. അതായിരുന്നു പുള്ളിക്കാരന്റെ അന്നത്തെ സമ്പാദ്യം. അന്നത്തെ അരിപ്പയുടെ അവസ്ഥ കണ്ട് ഈ എരപ്പയെ മല്ലു സിംഗ് കൂടെ നിർത്തിയതാ. പപ്പനെ പോലെ തന്നെ മല്ലുവിന്റെ വലങ്കയായിരുന്നു ഇവനും. എന്നിട്ട് ഈ തെണ്ടി കാണിച്ചത് എന്താന്നറിയോ? മല്ലുവിന്റെ മൂത്ത പെങ്ങളെ കേറി അങ്ങ് പ്രണയിച്ചു. മല്ലുവിനെ സ്പോട്ടി ചവിട്ടി എടുത്ത് വെളിയിൽ കളഞ്ഞു. മോനെ, അനിമോനെ, എന്നെ നോക്കി. ഞാൻ നല്ല ഗ്ലാമർ അല്ലേടാ? എനിക്ക് എന്താടാ ഒരു കുറവ്? അന്ന് ഇച്ചിരി കറുത്തായിരുന്നു. അതൊരു തെറ്റാണോ? ആ ഒറ്റ കാരണം കൊണ്ട് ആ മല്ലുത്തണ്ടി അവന്റെ വെളുത്ത പെങ്ങളെ എനിക്ക് തരാണ്ടിരുന്നത്. മോനെ, നീ കേക്കണം. ആ മല്ലു പബ്ലിക്കായിട്ട് പറഞ്ഞാൽ അവന്റെ പെങ്ങളെ വെളുത്തൊരാൾക്ക് മാത്രമേ കൊടുക്കൂന്ന്. നിനക്കറിയോ? അതുകൊണ്ട് ഒറ്റ കിലോ ഫെയർ ആൻഡ് ലവ്ലി ഞാൻ ഒരു ദിവസം തേക്കണം. കുറച്ചൊക്കെ തിന്നുകയും ചെയ്യും. എനിക്കിപ്പോ സൂര്യനെ പേടിയാടാ. അതുകൊണ്ട് മാത്രാ ഞാൻ ഈ സാധനം ചുമന്നുകൊണ്ട് നടക്കണം. നീ കള്ളു ഷാപ്പിൽ കയറുന്ന പോലെ തലയിൽ മുണ്ടിട്ട് പതുങ്ങി വരുന്നത് ഇതാരെ പേടിച്ചു? മല്ലുവിനെ അല്ലാതാരെയാ? എടാ, ഞാൻ ഇപ്പോഴും ഈ വൃത്തികെട്ടവന്റെ കൂടെയാന്ന് പറഞ്ഞ അവന്റെ നട്ടല് ചവിട്ടി ഓടിക്കും. അതാ മോനെ, നീ പേടിക്കണ്ടടാ. ഇവൻ പ്രശ്നക്കാരൊന്നുമല്ല, നമ്മുടെ കമ്പനിയാ. ഇവൻ പ്രശ്നക്കാരനാകും. മല്ലുവിന്റെ പെങ്ങന്മാരാരെങ്കിലും നോക്കിയെന്നറിഞ്ഞു. ആരാടാ മല്ലുവിന്റെ പെങ്ങന്മാരെ നോക്കിയത്? ഞാനൊന്നുമല്ല. ഞാൻ ഇവനൊരു താക്കീത് കൊടുത്തു. കൊടുത്തോ. അതും മാത്രം ഞാൻ സഹിക്കില്ല. മല്ലുവിന്റെ പെങ്ങന്മാർ എന്റെയും പെങ്ങന്മാരാ. നിനക്ക് അടിക്കണം? അടിക്കും. മല്ലുവിന്റെ പെങ്ങന്മാരെ ആര് നോക്കിയാലും ഞാൻ അടിക്കും. അതല്ലടാ, സ്മോൾ അടിക്കണോ? അതും ഞാൻ അടിക്കും. അത്ര അടിക്കണ്ട, കുറച്ച്. ഇവൻ ഇത്തിക്കണിയാണോടാ? ഏയ് ഹനുമാൻ, ഹനിമോൻ. ഒരു അരി അന്വേഷിച്ചു വന്ന. ഏത് ഹരി? നിന്റെ ബീഡി പയ്യനാ? ആശവൊന്നുമല്ല, ഹരീന്ദർ സിംഗ്. എവിടെ നോക്കിയ സാറേ നടക്കുന്നത്? ഇവിടെ നോക്കി. ബ്യൂട്ടിഫുൾ. നിങ്ങൾ എന്തരീ കാണിക്കണേ? ഞാനും കേരള ടുഡേയുടെ റിപ്പോർട്ടർ അല്ലേ? എന്റെ റിപ്പോർട്ടിനൊന്നും ഇവിടെ ഒരു വിലയല്ലേ? കഴിഞ്ഞ തവണ ഞാൻ തന്ന കൊലപാതകത്തിന്റെ ഫീച്ചർ ഈ ലക്കത്തിൽ പോലും വന്നിട്ടില്ല. തന്റെ മാറ്റർ ഇവിടെ തന്നെ ഉണ്ട്. താൻ ആദ്യം തന്റെ ഭാഷ ഒന്ന് ശരിയാക്കും. എന്റെ ഭാഷയ്ക്ക് എന്താണ് കുഴപ്പം? ദേ നോക്ക്, ഈ കൊലപാതകത്തിന് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിന് പകരം താൻ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? എന്താണ് ഈ കൊലപാതകത്തിന് എന്താണ് സംഭവിച്ചത്? ഈ എന്തെന്ന് എഴുതിയാൽ ഇപ്പൊ എന്താണ് കുഴപ്പം? ചില പ്രദേശങ്ങളിൽ എന്താ, ചില സ്ഥലത്ത് എന്നതാ, എന്തുവാ, എന്തുട്ടാ, എന്തിയെ. അതിനൊന്നും ഒരു പ്രശ്നമില്ല. എന്റെ ജില്ലക്കാർ ഇത്തിരി പോലെ എന്തരെന്നെങ്ങാനും പറഞ്ഞാൽ അത് നിങ്ങൾക്ക് അയ്യം.
ദാണ്ട ഈ എന്തരെന്ന് പറയണേനെ നിങ്ങൾ കളിയാക്കൊന്നും വേണ്ട. തനിക്കറിയോ ഞങ്ങളുടെ ജില്ലക്കാർക്ക് വേണ്ടി ത്യാഗരാജസ്വാമികൾ ഒരു പാട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. അതേത് പാട്ട്? എന്താരോ മഹാനു ഫാവുലു. ഈ പാട്ട് കേട്ടിട്ടുണ്ടല്ലോ. ഏത് ജില്ലക്കാർക്കുണ്ട് ഇതുപോലെ സ്വന്തമായിട്ടൊരു പാട്ട്? എന്നിട്ട് ഞാൻ ഇല്ലോള എന്തരെന്ന് എഴുതിയാലും നിങ്ങൾക്ക് കുഴപ്പമല്ലേ? ഡോ താൻ എഴുതിയിരിക്കുന്ന സ്റ്റോറി ഒട്ടും വിശ്വസനീയമല്ല. ഇത് നേരിട്ട് കാണാതെ എഴുതിക്കൊണ്ട് വന്നിരിക്കുന്നേ. ഓഹോ, അപ്പൊ താൻ നേരിട്ട് കാണുന്നത് മാത്രമേ വിശ്വസിക്കൂ. അതെ. ശരി, തന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പനെ താൻ നേരിട്ട് കണ്ടിട്ടുണ്ടോ? അത് ഇല്ലല്ല. പക്ഷെ അങ്ങനെ ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നതായി താൻ വിശ്വസിക്കുന്നല്ലേ ഉള്ളൂ. അതല്ലല്ലോ. മാണി ഇങ്ങോട്ടെന്നും പണയണ്ട. അതെ, മനുഷ്യന്റെ ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട്. ഞാനേ കേരള ടുഡേ MD-യുടെ വൈഫിന്റെ വളരെ അടുത്തൊരു ബന്ധുവാ. മുറയ്ക്കെന്റെ അളിയനായിട്ട് വരും, അറിയോ? എന്താ വകയിലൊരു അളിയനായതിന്റെ ബലത്തിലാ വെറുതെ ഒരു പോഷൻ തന്ന് MD ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. നടക്കാത്ത കാര്യങ്ങളല്ലോ താൻ ആ തീപ്പന്തലിൽ എഴുതുന്നത്. ആദ്യം ആ പണി നിർത്ത്, എന്നിട്ട് ആലോചിക്കാൻ കേരള ടുഡേ ഒരു മാറ്റർ കൊടുക്കുന്ന കാര്യം. അതെ, തീപ്പന്തൽ പത്രത്തിൽ ഞാൻ എഴുതുന്നതുകൊണ്ട് എനിക്ക് ഇത്ര ആരാധകർ കൂടിയത്. വെറുതെ തീപ്പന്തലിൽ തൊട്ട് കളിക്കരുത്. തൊട്ട് കളിച്ചാലേ ലാലേട്ടൻ പറയും പോലെ നിന്റെ 6 അടി 1.5 ഇഞ്ചിൽ ഞാൻ സവാരി നടത്തും. തീപ്പന്തലിൽ എഴുതുന്ന രാജ്ബോസ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ? അതാ ആ മുടി നീട്ടി വളർത്തിയ ആളാ. അടുത്ത ലക്കത്തിൽ എന്റെ ഫീച്ചർ വന്നില്ല എങ്കിൽ അമ്മച്ചിയാണ് നീ നിന്റെ 65 വയസ്സുള്ള അമ്മമ്മേനെ പീഡിപ്പിച്ചെന്ന് ഞാൻ തീപ്പന്തലിൽ എഴുതും. നോക്കിക്കോ. അതെ, തീപ്പന്തലിൽ എഴുതുന്ന രാജ്ബോസ് ആരാധകരെ കണ്ട. എനിക്ക് ജലദോഷമുള്ള ശരണമയ്യപ്പ മകരവിളക്ക് കണ്ട്. ഹലോ, ഒന്നിവിടെ നിന്നേ. ഒരു വിവരം അറിയാനാ ഇപ്പൊ എന്നെ അടിച്ചതേ. ഞാൻ മണൽ മാഫിയെ കുറിച്ച് എഴുതിയതിനാണോ അതോ സർക്കാർ ഉദ്യോഗസ്ഥന്റെ ലീലാവിലാസത്തെ കുറിച്ച് എഴുതിയതിനാണോ? ഇത് രണ്ടിന്റെ അല്ല, പിന്നെ തട്ടുകടയുടെ മറവിലെ പ്രണയലീല അതിന്റെ. അപ്പൊ 2 തല്ല് ഇനിയും പെൻഡിങ്. ശരി, നിങ്ങൾ വിട്ടോ, ബാക്കിയാ നോക്കിക്കോളാം. എന്താ സംഭവം? അറിയില്ല, ഞാനിപ്പോ എത്തിയുള്ളൂ. ഇന്നും കിട്ടിയില്ലേ? കിട്ടേ. എന്തായിരുന്നു വിഷയം? തട്ടുകടയിലെ പ്രണയലീല. ഓ ഗുഡ്. ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ശരി. പക്ഷെ ഈ കൊടുക്കലും വാങ്ങലും ഒക്കെ ഓഫീസിന് പുറത്ത് വെച്ച് മതി, അകത്ത് വെച്ച് വേണ്ട. എനിക്കും അത് തന്നെയാണ് ആഗ്രഹം. പക്ഷേ ഈ അടിക്കാൻ വരണവന്മാർക്ക് ബോധം പൊക്കണം വേണ്ടേ? ഇല്ലെങ്കിൽ അവന്മാർ ആലോചിക്കണം, എന്നെ വിളിച്ച സ്പോട്ടിൽ ചെന്ന് അടിയും മാച്ചോണ്ട് വരണ ഒരുത്തനാണ് ഞാൻ. വൃത്തിയായിട്ടവന്മാര്. ആളെയാ സാർ, കഴിഞ്ഞ ആഴ്ച ഞാൻ കൊടുത്ത ഫീച്ചർ ഇവന്മാർ ഈ ലക്കത്തിൽ ഇട്ടിട്ടില്ല. അതെന്താണോ ഇയാളുടെ ഫീച്ചർ ഇടാത്തത്? ഇതൊക്കെ എന്നോട് പറയണ്ടേ? ഇടേണ്ട സ്ഥലത്ത് അപ്പൊ തന്നെ ഞാൻ ഇടില്ലേ? സന്തോഷായി. ഇനി മോട കാണിക്കരുത് കേട്ടാ. സ്ഥലത്ത് തന്നെ ഇട്ടിട്ടുണ്ടേ. ഷാർപ്പ് 10:30 മീറ്റിംഗ്. എടോ താൻ അങ്ങോട്ട് പോ. വാ പുറകെ വാ. എടാ ഓടിയാ നിക്കടാ അവിടെ. ഒരു നേരം കാലമല്ലേ പരിസര ബോധമില്ലാത്ത വർഗം. എങ്ങോട്ട് പോയത്? എന്നെ രക്ഷിക്കണേ. നിക്കടാ ഓടിയാ. നിക്കാനാ പറഞ്ഞത്. എനിക്ക് നിക്കാൻ അറിയില്ല, കക്കാനേ അറിയൂ. ഓടി ഓടി മൂത്രം ഒഴിക്കാൻ മുട്ടുന്നു. ചേച്ചി, ഈ മൂത്രം ഒഴിക്കുന്ന സ്ഥലം എവിടെയാ? അവിടെ പോലീസ്. എവിടെ പോയാ പെരിച്ചാഴി? കാണുന്നില്ല സാർ. വാ. രക്ഷപ്പെട്ട് പോലീസുകാർ പോയി. എടാ ഓടിയാ. ഞാൻ പിടിതരില്ല. പിന്നെയും പുറകെ വരുന്നു. ഇവന്മാരെന്തിനാ കള്ളനെ പിടിക്കാൻ നടക്കുന്നത്? വേറെ പണിയില്ലേ? പോകാം. വണ്ടി എവിടാ കിടക്കുന്നേ? സാറേ, പവിത്ര സാർ ഇങ്ങനെ മുട്ടുമടക്കി ഇടിക്കരുത്. പോലീസുകാർ കള്ളന്മാരുടെ മുമ്പിൽ മുട്ടുമടക്കാൻ പാടില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടെന്നേ. പോലീസുകാർ കള്ളന്മാരുടെ മുമ്പിൽ കൈനീട്ടാൻ പാടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നിന്നെ കൈനീട്ടി അടിക്കാത്തത്. നീ എങ്ങനെയാണ് ഓടിയാ ജനല് വാതിൽ പൊളിക്കാതെ വീടിന്റെ അകത്ത് കയറുന്നത്? അയ്യോ, അതെന്റെ ട്രേഡ് സീക്രട്ടാ, ഞാൻ പുറത്തു പറയില്ല. നിന്നെ കൊണ്ട് പറയിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നിനക്ക് എന്റെ വീട്ടിലെ കയറണമല്ലേ? അയ്യോ, അടിക്കരുത് സാറേ. സത്യം പറയാലോ, തൊണ്ടി മുതലെല്ലാം ഞാൻ എടുത്തോണ്ട് തരാം. അതിനു മുമ്പ് സാറിനോട് എനിക്കൊരു രഹസ്യം പറയാനുണ്ട്. ഇവരുടെ ആരുടെയും മുന്നിൽ വെച്ച് പറയാൻ പറ്റിയ കാര്യമല്ല. പ്രമാദമായ ഒരു കാര്യം ഞാൻ സാറിന് കാണിച്ചു തരാം. ഇതാണോടാ തേണ്ടി പ്രമാദമായ കാര്യം കാണിക്കാനുണ്ടെന്ന് പറഞ്ഞു? സാറേ, അടിക്കരുത്. സാർ ഉദ്ദേശിച്ച കാര്യമാണെങ്കിൽ അത് തീരെ അപ്രധാനമായ കാര്യമാണ്. ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ് എനിക്ക് കാണിക്കാനുള്ളത്. സാറിന്റെ മകൾ എഴുതിയ പ്രണയലേഖനം ഇന്നലെ സാറിന്റെ മകളുടെ മുറിയിൽ നിന്നും കിട്ടിയതാണ്. ആർക്കാ അവൾ എഴുതിയിരിക്കുന്നത്? മറ്റാർക്കുമല്ല, സാറിന്റെ കീഴിലുള്ള വെറും തുക്കട പോലീസുകാരനായ പവിത്രന്.
ചതിച്ചോ? വായിച്ചു നോക്ക്. പ്രിയപ്പെട്ട പവിയേട്ട, ലോകത്തെവിടെയെങ്കിലും ഒരു പോലീസ് സൂപ്രണ്ടിന്റെ മകൾ പോലീസ് കോൺസ്റ്റബിളിനെ പ്രണയിച്ച ചരിത്രമുണ്ടോ എന്നറിയില്ല. പക്ഷെ എന്റെ ഉള്ളിൽ അങ്ങനെ ഒരു മായാജാലം നടന്നുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ സാധനം പൊതുജനങ്ങൾക്കുള്ളതാ. പവിയേട്ടന്റെ കണ്ണുകൾക്ക് എന്തൊരു കാന്തശക്തിയാണ്. കാന്തമോ? പവിയേട്ടൻ ഒരിക്കലും ഒരു സാധാ പോലീസുകാരനാകേണ്ട ആളല്ല. പവിയേട്ടന്റെ 10% പോലും കഴിവും തന്റെ ഇടവും ഇല്ലാത്ത എത്ര പേരാണ് പോലീസിന്റെ തലപ്പത്തിരിക്കുന്നത്. SP-യുടെ തൊപ്പി അച്ഛനേക്കാൾ നന്നായിട്ട് ഇണങ്ങുന്നത് പവിയേട്ടനാണ്. സാറിന്റെ മകളായതുകൊണ്ട് പറയുന്നതല്ല, നല്ല വിവരമുള്ള കുട്ടി. അച്ഛൻ എന്നെ IG-യുടെ മകനെ കൊണ്ട് കെട്ടിക്കാനുള്ള ശ്രമത്തിലാണ്. പവിയേട്ടൻ എന്നെ ഇഷ്ടമാണെന്നൊരു വാക്ക് പറഞ്ഞാൽ ലോകത്തിന്റെ ഏത് കോണിലേക്കും ഇറങ്ങി വരാൻ ഞാൻ തയ്യാറാണ് എന്ന് സ്വന്തം മഹാലക്ഷ്മി. ഇത് കത്തിന്റെ ഒരു കോപ്പി മാത്രമാണ്. എന്നെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കി തന്നില്ലെങ്കിൽ കത്തിന്റെ ഒറിജിനൽ IG ഉൾപ്പെടെ സകല പേരെയും ഞാൻ കാണിക്കും. എന്തു പറയുന്നു മിസ്റ്റർ SP സാർ? സാർ, മോള് കാണാൻ വന്നിട്ടുണ്ട്. ആ വന്നോ? അടോ, ആ പവിത്രൻ അവിടെ ഉണ്ടോ? സാറ് പേടിക്കണ്ട, പവിത്രം മോൾക്ക് കമ്പനി കൊടുക്കുന്നുണ്ട്. ഞാനിപ്പ പറഞ്ഞുള്ളൂ. തടി കുറയ്ക്കാൻ ഈ എക്സർസൈസ് മാത്രം ചെയ്താൽ മതി. അതുകൊണ്ട് തടി കുറയുമോ? ദിവസം എത്ര തവണ ചെയ്യണം? അങ്ങനെ എപ്പോഴും ചെയ്യണമെന്നില്ല. ആരെങ്കിലും ആഹാരം വേണോന്ന് ചോദിക്കുമ്പോ മാത്രം. ചോദ്യം ചെയ്ത് കഴിഞ്ഞോ? ഇതാണോ ഓടിയൻ ചന്തു? അതെ. താനല്ലേ ഇന്നലെ വൈകിട്ട് ഒരു ബാഗുമായി സാരി വിൽക്കാൻ വീട്ടിൽ വന്നത്? നീ എന്താ ഇവിടെ? ഇതെന്ത് ചോദ്യമാ? ഞാൻ അച്ഛനെ കാണാൻ വന്നതാ. അച്ഛനെ കാണാൻ വന്നതാന്ന്? നീ എന്റെ റൂമിലേക്ക് പോ, എനിക്ക് ഇവിടെ ഇത്തിരി പണിയുണ്ട്. നീ പോയ്ക്കോ. അതെ, ഇങ്ങോട്ട് ഞാൻ സൗകര്യമായിട്ട് ജീപ്പിലാ വന്നതേ. തിരിച്ചു പോകാൻ വണ്ടിക്കൂലിക്ക് ഒരു 40 പൈസ കിട്ടിയിരുന്നെങ്കിൽ. ഒന്ന് പോടാ. എന്നാൽ ചാം ലെറ്റർ, ചോം ലെറ്റർ, ചുമ്മര ലെറ്റർ. എന്താ വെറുതെ വിട്ടത്? എടോ, വെറുതെ നിന്ന് നേരെ കളയാതെ താൻ പോയി ആ മദ്യ ദുരന്തത്തിന്റെ ഫയൽ എടുത്ത് പഠിക്കേ. അല്ലേ സാർ, യഥാർത്ഥത്തിൽ എന്താ സാറേ സംഭവിച്ചത്? തനിക്കതിന്റെ കാരണം അറിയണമല്ലേ? മേലാൽ ഇമാതിരി വലിയ വലിയ കാര്യങ്ങളിൽ തലയിടാൻ വന്നാൽ തന്റെ 2 കണ്ട് ഞാൻ കുത്തുപൊട്ടിച്ചോളയും. ഒരു കാശ് മുടക്കില്ലാതെ വെറുതെ കണ്ണുകളിൽ കാന്തം എടുത്ത് വെച്ചോണ്ട് ഇറങ്ങി തിരിച്ചിരിക്കുക. അയ്യോ സാറേ, ഇത് അങ്ങാട്ടങ്ങാട്ടാ പിടിച്ചാണ്. എന്റെ പളനിമല അയ്യപ്പ. അയ്യോ, ഞങ്ങൾക്ക് അടിച്ച് തിന്നട്ടാ. കുട്ടിക്കാലത്ത് അധോലോക സിനിമകൾ കണ്ടു കണ്ട് അധോലോക ചക്രവർത്തിയാകാൻ വേണ്ടി വീട്ടിൽ നിന്ന് നാട് വിട്ടിറങ്ങിയതാ ഞാൻ. ഇപ്പോഴും ഇവിടുത്തെ അടുക്കള ചക്രവർത്തിയായിട്ട് വാഴുന്നു. എന്നെ അനുഗ്രഹിക്കണം സാർ. നോക്കി സാറിന് പാവം കിട്ടും. എന്നെ അങ്ങനെ വലിച്ചെറിയരുത്. I am underworking. സാർ, എങ്ങനെയുണ്ട്? നമുക്ക് പോകാം അധോലോകത്തേക്ക്. സാർ, എനിക്ക് ചെറിയ രീതിയിൽ വെട്ടാനും കുത്താനൊക്കെ അറിയാം. സാർ, ഒരുപാട് ചോര പുരണ്ട കത്തിയായത് കോഴിയുടെ മീൻ്റെ. സാർ പ്ലീസ് സാർ, എന്നെ ഒരു ദാവൂദോ ഒരു ചോട്ടരാജനോ ആക്കി തന്ന മാത്രം മതി. ഞാൻ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ജീവിച്ചോളാം. ഇപ്പൊ ഈ ലോക ചക്രവർത്തിമാർക്ക് പിന്നിലാണ് അധോലോകം. സുധാകരൻ സാർ നിന്ന നിൽപ്പിൽ കോടികൾ ഉണ്ടാക്കിയത് നീയും കണ്ടതല്ലേ? ദക്ഷിണ വെക്കേണ്ടത് അവിടെയാണ്. ഗുഡ് ബൈ. അയ്യോ സാറെ പോകല്ലേ, അയ്യോ സാറെ പോകല്ലേ. എന്താടോ? നാളെ രാഹുകാലത്തിന് മുമ്പ് വെറ്റിലും പാക്കുമായിട്ട് ഞാൻ വരും. എന്തിന്? ദക്ഷിണ വെക്കാൻ. പുലിയിരുന്ന് ആടുന്ന കണ്ടില്ലേ? തനിക്കെന്താ അവിടെ കാര്യം? വീട്ടിൽ കയറി വരുന്ന അതിഥികളോട് ഇങ്ങനെ പെരുമാറുന്നത് ഒരു ആദിത്യ മര്യാദയൊക്കെ വേണ്ടേ സാർ? ഡിന്നറിന് നോർത്ത് ഇന്ത്യൻ ഡിഷോ സൗത്ത് ഇന്ത്യൻ ഡിഷോ? ചോദിച്ചേ കേട്ടില്ലേ? തനിക്ക് എന്താ ഇവിടെ കാര്യമൊന്നും? ഇവിടുത്തെ കാര്യത്തിന് വേണ്ടി ക്ഷണിച്ചു വരുത്തിയ എനിക്ക് ഇവിടല്ലേ കാര്യം? സാറിന്റെ പോലീസ് എന്നെ അന്വേഷിച്ച് ലോകം മുഴുവൻ തിരച്ചിലോടെ തിരച്ചില്ല. എന്നെ പോലീസ് തിരയാത്തൊരിടം അത് ആഭ്യന്തരമന്ത്രിയുടെ വീട് തന്നെ അല്ലേ? ഓ, എന്തൊരു ബുദ്ധി! കള്ളൻ ഒരു ഉമ്മ വെച്ചോണ്ടല്ലോ. പുറത്തുള്ള പോലീസിനെ വിളിക്കണോ? ധൈര്യമുണ്ടെങ്കിൽ വിളിക്കണോ തന്റെ പോലീസിനെ? ആ സമയം പത്രക്കാരെയും TV കാരെയും കൂടെ ഞാൻ വിളിക്കാം. ഹോട്ട് ന്യൂസിന് വേണ്ടി വായും പൊളിച്ചിരിക്കുന്ന അവരുടെ മുമ്പില് എനിക്കൊരു സദ്യ തന്നെ വിളമ്പാനുണ്ട്. സദ്യയോ? ഞാനിവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇവിടെ ആ കൂടി ചോറ് ഉള്ളിത്തിയലേ ഉള്ളൂ. ഞാൻ പറഞ്ഞു. തനിക്ക് എന്താ വേണ്ടത്? അത് തന്നെ ഞാൻ ചോദിക്കുന്നത്. ഡിന്നറിന് എന്താ വേണ്ടത്? ഈ ലോട്ടറി എനിക്ക് അടിക്കും. പിടി സുശീലേട്ടാ, ബാലൻസ്ഡ്. ചില്ലറയില്ല ശിവൻകുട്ടി. ആരോഗ്യമാസി പറഞ്ഞു. എനിക്ക് ആരോഗ്യമാസി ഒന്നും വേണ്ട. കാശ് നിനക്ക് ആവശ്യം വരും. അത് വേണ്ട, എനിക്ക് ബിസ്ക്കറ്റ് മതി. ഉച്ചക്കലത്തെ ഊണ് ലാഭിക്കാലോ. പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കരുത്.
താൻ പോടോ. മിണ്ടാപ്രാണിക്ക് ബിസ്ക്കറ്റ് കൊടുത്താലേ പുണ്യം കിട്ടും. ശിവൻകുട്ടി ഞാനാണ് പറയണത്, ഈ പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കരുത്. എടാ കൊടുക്കരുത് പറഞ്ഞാ നീ കൊടുക്കരുത്. പോ സുശീലണ്ണ. എന്റെ വീട്ടിലും പട്ടി ഉള്ളത് തന്നെ. തിന്നു മോനെ. അത്രയും അങ്ങോട്ട് കാറ്റണ്ട, എനിക്ക് ഉച്ചയ്ക്ക് തിന്നാനുള്ളതാ. പോട്ടാ. ഇതെന്താ സുശീലണ്ണ ഇങ്ങനെ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കല്ലേ കൊടുക്കല്ലേന്ന്. ഇനി കൊടുത്തുകൊണ്ടേയിരിക്കണം. കൊടുത്തില്ലെങ്കിൽ ഒരു അടി നിനക്ക് മുന്നോട്ട് വെക്കാൻ പറ്റൂല. അത് കടിച്ച് കീറും. ദേ ഇരിക്കുന്ന ആളെ കണ്ട, നീ വരണതിന് മുമ്പ് പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുത്തോണ്ടിരുന്ന ആളാ. അയാളുടെ കയ്യിലെ പൈസ തീർന്നപ്പോ അയാൾ കുടുങ്ങി. നീ വന്നപ്പോ അയാൾ രക്ഷപ്പെട്ട്. കൊടുത്തോണ്ടിരുന്നോ? ഇങ്ങനെയുള്ള എന്നോടൊന്നും നേരത്തെ പറഞ്ഞുകൂടായിരുന്നു. അതെന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നീ സമ്മതിക്കണ്ടേ? ഇനി ഒരു പണിയായി കൈയൊഴിയാതെ കൊടുത്തോണ്ടിരുന്നോ? എനിക്ക് പെട്ടെന്ന് പോകാനുള്ളായിരുന്നു. നീ സാധാരണ പട്ടിയൊന്നും അല്ലടാ, നീ ചിമ്പാൻസിക്കുണ്ടായതാടാ നായിന്റെ മോനെ. ശിവൻകുട്ടി ഈശ്വര അടുത്ത കുരിച്ച്. ആഹാ, നിന്നെ ഞാൻ എവിടൊക്കെ അന്വേഷിച്ചടാ. പലിശക്കാശും തരാതെ പട്ടിക്ക് ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുത്ത് കളിച്ചോണ്ടിരിക്കല്ലടാ. കാശ് ഞാൻ മുഴുവനായിട്ട് ബിസ്ക്കറ്റ് ഞാൻ കൊടുത്തോളാം. ഞാൻ 2 മിനിറ്റ് വണ്ടിക്കകത്തിരിക്കാ. കാശ് കൊടുത്തോളാം. ഓ, അങ്ങനെ 2 പട്ടിയുടെ നിന്ന് രക്ഷപ്പെട്ടു. ഏതാടോ ഈ മുന്തിയനം? ബെസ്റ്റനാണ്. നിന്നെ തിന്ന് പെട്ടെന്ന് വാടാ. ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാടാ ദാസപ്പ. ഇത് കടിക്കോ? ബിസ്ക്കറ്റ് ഇട്ടോണ്ടിരുന്ന കടിക്കൂല. ഓടാൻ വല്ല ഉദ്ദേശം കടിച്ച് കീറും. ഇന്നലെ 2 പേരെ കടിച്ചത്. അപ്പൊ ഇനി എന്ത് ചെയ്യും? പട്ടി ഉറങ്ങണം. എപ്പോ ഉറങ്ങും? ശിവരാത്രിക്ക്. ശിവരാത്രി എപ്പോഴാ? ഇപ്പൊ 2 ആഴ്ചക്ക് മുമ്പായിട്ട് കഴിഞ്ഞല്ലേ ഉള്ളൂ. ഇനി 1 കൊല്ലം എടുക്കും. കോൺസ്റ്റബിൾ സർ, കം ഓൺ. ഇവിടുത്തെ മിമിക്രി കലാകാരന്മാരെ ഇങ്ങ് വിളിക്കുക. ആരുടെ ബോണറ്റ് ദോശക്കല്ലാക്കിയത്? ഇപ്പൊ എന്റെ ഊരകം മുഴുവൻ ബുൾസ ആയേനെ. അങ്ങോട്ട് സെർച്ച്. നോ 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 ഫാദർ തർക്കണ്ണം ഇതിലൊന്നും ഇന്റർഫിയർ ചെയ്യാറേ ഇല്ല. എല്ലാം ഷിറ്റിമോൾ തന്നെയാണ് ഷൂട്ട് ഔട്ട് ചെയ്യുന്നത്. ബ്ലഡി ഷിറ്റ്. നോ സർ, ഐ ആം ഷിറ്റിമോൾ. ഷിറ്റിമോളായാലും ഷഡ്ഡിമോളായാലും ശരി തന്നെ. ഈ ഫോണിൻ പ്രോഗ്രാം ഇങ്ങനെ ലോങ് ആയി കണ്ടിന്യൂ ചെയ്യുന്നത് റോങ് ആണ്. ഏറ്റവും അപകടം പിടിച്ച 2 സാധനങ്ങളാണ് മൊബൈൽ ഫോണും പെണ്ണും. സൂക്ഷിച്ചില്ല എങ്കിൽ 2ന്റെയും ഡിസ്പ്ലേ അടിച്ചു പോകും. സോറി സർ. പോലീസ് ആയ ഇങ്ങനെ തന്നെ വേണം. ഇതാണ് സാറാ മിമിക്രിക്കാരൻ. ഓഹോ, ഇവന്മാരാണല്ലേ. ഇങ്ങോട്ട് മാറിക്കടോ. എന്നെ മനസ്സിലായില്ല. ഐ ആം ചക്രവർത്തി. ഹലോ. ഹായ്, മിഥുൻ ചക്രവർത്തി. ഹലോ. ഷോർട്ട് ഫോമിൽ എന്നെ ഡിപ്പാർട്ട്മെന്റിലെ MC എന്ന് വിളിക്കും. കേട്ടിട്ടില്ലേ? അത് അടിക്കുന്ന MC, ഇത് ഇടിക്കുന്ന MC. ഇവനാരാ? വടിവേലു പഴുത്ത പോലുണ്ടല്ലോ. താഴെ മാത്രമല്ല മേളിലോട്ടും. സാറിന്റെ ഒബ്സർവേഷൻ കറക്റ്റാ. താങ്ക് യു. പെരുക്കി പിടിച്ചിരിക്കാൻ നീ ആരടാ? ജയനോ? കാണിക്കടോ. എന്ത്? ജയനെ കാണിക്കടോ. നീയാണോടാ വഴിവെക്കിൽ നിന്ന് പെമ്പിള്ളേരെ ശല്യം ചെയ്യുന്ന അലവലാതി ഷാജി? ഇത്രയും വർഷമായിട്ട് ഈ ഡയലോഗെങ്കിലും തനിക്കൊന്ന് മാറ്റി പറഞ്ഞുകൂടോ? വേറെ ഡയലോഗ് ആവും പറയണ്ട. ഇനി മേലില്ലെങ്കിൽ എന്റെ ജയേട്ടനെ ആരും അനുകരിക്കരുത്. മനസ്സിലായോ? നീയൊക്കെ കുറെ പെറുക്കികൾ കാരണം എന്റെ ജയേട്ടൻ നേരത്തെ അങ്ങ് പോയത്. അവിടെ അയാൾക്ക് സ്വസ്ഥത കൊടുക്കൂലെന്ന് വെച്ചാ ഇടിച്ചുരുട്ടി നിന്നെയൊക്കെ ചപ്പാത്തി പരുവത്തിലാക്കും. മനസ്സിലായോ? നീ ആരടാ? ജോസ് പ്രകാശോ? മനോജ്. ഇങ്ങോട്ട് മാറി നിക്കടാ. അപ്പൊ നിനക്ക് കൊലപാതകവും ബലാത്സംഗവും ചെയ്ത് ശീലമുണ്ടായിരിക്കും. ഒരാളെ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്ന എങ്ങനെയെന്ന് കാണിക്കടാ. കാണിക്കടാ. നിന്റെ കഴുത്തിലല്ല, എന്റെ ഈ ബലിഷ്ഠമായ കഴുത്തുകളിൽ കാണിക്കടാ. പിടിച്ചില്ലെങ്കിൽ സാറിടിക്കും. നല്ല രീതിയിൽ പിടിക്കടാ. പോരാ, പോരാ. നീ എന്റെ കഴുത്തിന് പിടിച്ച് എന്റെ മിഡിലെ ഒബിളാൻ കെട്ട് വരെ തകർത്തല്ലടാ. പിടിക്കാൻ പറഞ്ഞ നീ ഉടനെ പിടിക്കോ. അപ്പൊ ഈ കൈ കൊണ്ടാണ് നീ കാസിംബായുടെ കഴുത്ത് ഞെരിച്ച് കൊന്നത്. അയ്യോ, കൊലയാളി ഞാനൊന്നുമല്ല സർ. നീ അല്ലേ മിണ്ടരുത്. വിലങ്ങ് കൊണ്ടൊന്നുമില്ല സാർ. നല്ല തുണ്ട് കറങ്ങാൻ എടുത്ത് കെട്ടി വലിച്ചോണ്ട് പോടോ. ഇവനെ വിട്ടുകളയരുത്. എവരോ തറ കണ്ട ഒരുത്തരം ഞാൻ വെറുതെ വിടില്ല.
ഇവിടെ ആരും ഇല്ലടാ. എവിടാ തറയാൻ പറയേക്ക? ഇവിടെ ഇല്ലേ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛോ. ഈ പോലീസുകാർക്ക് ഇപ്പോഴും എല്ലായ്പ്പോഴും സ്തുതിയായിരിക്കും. ഇരിക്കൂ. വേണ്ടച്ചോ, എനിക്ക് ഇരിക്കാൻ കഴിയില്ലച്ചോ. അതെന്താ, മൂലക്കുരുവിന്റെ ഉപദ്രവണ്ട? അതല്ലച്ചോ. പിന്നെ ഓർമ്മയുണ്ടോ ഈ മുഖം? ഇതൊരു മുഖമാണോ? അർപ്പിക്കലച്ചോ, പറഞ്ഞു വരട്ടെ. ഓർമ്മ കാണില്ല. പിച്ച വച്ച് തുടങ്ങിയ കാലം മുതല് ഒരു പിച്ചക്കാരനെ പോലെ ഈ കൊച്ചു കലാകാരൻ കൊച്ചിയിലെ കലാദർശനയുടെ വാതിൽ മുട്ടി വിളിക്കാറുണ്ടായിരുന്നു. അന്ന് ഇവിടെ സിദ്ദിഖ് ലാലും ജയറാമും ചാലക്കുടി മണിയൊക്കെ അരങ്ങ് തകർക്കുകയായിരുന്നു. അവരിൽ ഒരാളായി ഈ എന്നെയും ചേർക്കണമെന്ന് പലവട്ടം ഞാൻ അച്ഛനോട് കെഞ്ചിയിട്ടുണ്ട്, യാചിച്ചിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ആ യാചന അച്ഛൻ ചെവിക്കൊണ്ടില്ല. പകരം ചെവിക്ക് പിടിച്ച് അച്ഛൻ എന്നെ ഗെറ്റ് ഔട്ട് അടിച്ചു. ദാറ്റ്സ് ഓൾ. അച്ഛോ, എനിക്ക് വേറെ ട്രൂപ്പുകളൊന്നും ഇല്ലാഞ്ഞിട്ടല്ല. ഇവിടെ വന്നാൽ ഒരു സിനിമാ നടനാകാന്ന് ഞാൻ മോഹിച്ചു. പക്ഷെ ആ മോഹം എനിക്ക് സാധിച്ചിരുന്നില്ല. അവസാനം ഒരു ഗതിയും പരഗതി ഇല്ലാതായപ്പോ ഞാൻ നേരെ ചെന്ന് പോലീസ് ചേർന്നു. തെറ്റാണോ അച്ഛോ? എന്താ ഒന്നും പറഞ്ഞില്ലേ? ഇനിയെങ്കിലും കാക്കിക്കുള്ളിൽ വീർപ്പ് മുട്ടിക്കിടക്കുന്ന ഈ കൊച്ചു കലാകാരനെ അറ്റ്ലീസ്റ്റ് ഒരു കലാഭവൻ നാരായണൻകുട്ടി ആയിട്ടെങ്കിലും ആക്കി തന്നാ മതി. തരില്ലേ? തരില്ലേ അച്ഛോ? തരാം. അത് മതി. ഇനി അച്ഛൻ ഈ ലോഹയൊന്ന് മാറ്റിക്കേ, എനിക്കൊന്ന് പിടിക്കാനാ. എന്താണ്? കാല് പിടിക്കാനാന്നു. അത് ശരി. കേസന്വേഷണത്തിന് വന്നതല്ലേ, മിമിക്രി ട്രൂപ്പിൽ ചേരാൻ വന്നതല്ലേ? കാര്യം കാണാൻ ഏത് കഴുതക്കാലം പിടിക്കണമല്ലോ അച്ഛോ. എന്നെ ട്രൂപ്പിലെടുക്കാന്ന് വാക്ക് തരൂ അച്ഛോ. തറക്കണ്ട അച്ഛ, വാക്ക് താ എനിക്ക്. എനിക്ക് വാക്ക് തരാണ്ട് ഞാൻ ഈ കാലൊന്നും വിടില്ല. ഞാൻ വിടൂലെന്നല്ലേ പറഞ്ഞത്. അച്ഛൻ വെറുതെ ഒരു വാക്ക് പറ. എന്നാ പോലീസാണ് കാല് വാരും നിലത്തെടുക്കുമ്പോ വാക്ക് വന്ന് കയറിയപ്പോ എന്തൊരു പവറും ജാടയായിരുന്നു. അപ്പൊ തന്നെ മനസ്സിലായില്ലേ എന്റെ കാക്കക്കുള്ളിയിലെ കലാഹൃദയം? നിങ്ങൾ എല്ലാരും കണ്ടതല്ലേ, എന്നെ എടുത്തു എന്ന് പറയച്ചോ. പിള്ളേരെ, ഈ കാലിപിടുത്തക്കാരന്റെ കയ്യില് എന്തെങ്കിലും കോപ്പുണ്ടോന്ന് ഒന്ന് പരിശോധിച്ചു. പരിശോധിക്കേണ്ട കാര്യമില്ലച്ചോ, ഞാൻ ഓക്കെയാണ്. അത് ഞങ്ങൾ തീരുമാനിക്കും. നടക്ക. അല്ല, അതിന്റെ ആവശ്യമുണ്ട്. നടക്കാൻ. കാല് പിടിക്കാൻ വന്നതല്ലച്ചോ, എന്റെ തൊപ്പി എടുക്കാൻ വന്നത്. ഞാൻ ഓക്കെയാണ്. പോലീസാണ്. കരയില് ഇപ്പ പാല് തരാം കേട്ടാ. ഒന്നിങ്ങോട്ട് വരുമോ? ചെറിയൊരു സഹായത്തിനാ. ഇത് വളയാൻ ചാൻസ് ഉണ്ട്. എന്തൊരു കവിള്. ഞാൻ കുഞ്ഞു ബേബി. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. അയ്യോ, ബേബി കുഞ്ഞെന്ന പേര് എല്ലാരും വാത്സല്യത്തോടെ കുഞ്ഞു ബേബി എന്ന് വിളിക്കും. നവംബർ 14 ശിശുദിനത്തിലാ ജനനം. അതുകൊണ്ട് ശരിക്കും എനിക്ക് കുഞ്ഞിന്റെ മനസ്സാ. കാണണോ? വേണ്ട. ഇവിടുത്തെ ഡേ കെയർ എവിടെയാ? അപ്പൊ ഇതാണ് ആ മുതല്. സ്പെഷ്യൽ ട്രീറ്റ്. ഞാൻ വരുന്നത് ഇവിടെ അത്രയ്ക്ക് പബ്ലിസിറ്റി ആയോ? വെൽക്കം. എത്ര പെറ്റു? എന്താ പേരെടുപ്പുണ്ടോ? അയ്യോ ഇച്ചിച്ചി, അങ്ങനെ പറയാൻ പാടില്ല. എത്ര പെറ്റാലും നിങ്ങളുടെ കുട്ടികൾ ഈ കൈകളിൽ സുരക്ഷിതരാ. സ്നേഹിക്കാൻ ഒരു ഹൃദയവും ലാളിക്കാൻ 2 കൈകളും. അത് മാത്രമാണ് എന്റെ സമ്പാദ്യം. എവിടെയാ ഡാഗർ? നേരെ പോയി വലത്തോട്ട് തിരിഞ്ഞാ മതി. ശരി ആന്റി, ടാറ്റാ. കുഞ്ഞമ്മേന്നായിരിക്കും. എത്രയോ കേട്ടു മടുത്തു ഞാൻ. സാരമില്ല ആന്റി. കൊള്ളാം, നല്ല ഡേക്ക്. അമ്മേ അനുഗ്രഹിക്കണമേ. തുടക്കം കൊള്ളാം. കട്ടയ്ക്ക് കട്ട. നല്ല സംസ്കാരം. ഇത് തന്തയ്ക്ക് പിറന്നതല്ല, ക്ലോണിങ്ങിലുണ്ടായ വിത്ത.
സെറ്റപ്പുകളൊക്കെ കൊള്ളാലോ. ഇതൊക്കെ പറന്നു വരുന്നത് ചവിട്ടിക്കൂട്ടി തറയിലിട്ട് തേച്ചളയും ഞാൻ. തല തെറിച്ചവന് എന്റെ പെടലി പോയി. ഇവനെന്താ കാളകൂട്ടുന്നു? എന്റെ പൊന്നു മോനിങ് വാ, അങ്കിൾ എടുത്തോളാം. എന്റെ കുടുംബാസൂത്രണം കഴിഞ്ഞു. അരി വാങ്ങിയില്ല, ബക്കറ്റ് കിട്ടിയില്ല, ആശുപത്രി കിടക്കയിൽ കിടന്നുമില്ല. എന്നാലും കല്യാണത്തിന് മുമ്പേ ഓപ്പറേഷൻ കഴിഞ്ഞു എന്നൊരു സംശയം. എന്റെ ഫാമിലി പ്ലാനിങ്ങിന് ഒരു ചവിട്ട് കിട്ടിയത് സിഐയുടെ മോനായി പോയി. അല്ലെങ്കിൽ സെൻട്രൽ ജയിലിൽ കിടന്നേനെ അറിയാണ്ടോ. അതെ, കുട്ടികൾ കുറച്ച് വികൃതികളാ. എന്റെ പൊന്നെ, ഇത് കുട്ടികളല്ല, കുട്ടിച്ചാത്തന്മാരാ. അതെ, ഇവർക്ക് അല്പം കുസൃത്തരങ്ങൾ ഉള്ളതുകൊണ്ടായി ഇവരെ നോക്കാൻ സ്പെഷ്യൽ ട്രെയിനിയായ ബേബി കുഞ്ഞിനെ. കുഞ്ഞു ബേബി. ഓക്കെ, കുഞ്ഞു ബേബിയെ പറഞ്ഞ ശമ്പളത്തിന് ഞങ്ങൾ നിർത്താൻ തീരുമാനിച്ചത്. സാരമില്ല, ഇതൊക്കെ ഞാൻ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്തോളാം. ഞാൻ വരുന്ന വിവരം ഇവര് മുൻകൂട്ടി അറിഞ്ഞു അല്ലേ? കുരിശ് കണ്ട പിശാചുക്കൾ ഇറങ്ങുമല്ലോ, ഒരു പേടി ഇരിക്കട്ടെ എന്ന് കരുതി ഞാനാ പറഞ്ഞത്. അതുകൊണ്ട് ഇവർക്ക് പ്ലാൻ ചെയ്ത് എന്നെ അറ്റാക്ക് ചെയ്യാൻ സാധിച്ചു. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിരുന്നല്ലോ. സാമ്പത്തിക പ്രശ്നത്തിന് ഒരു കച്ചിത്തുരുമ്പായി തുടങ്ങിയ പ്രസ്ഥാനമാണ്. ദയവേത് കുഞ്ഞു ബേബി ഞങ്ങളോട് നന്നായിട്ടൊന്ന് സഹകരിക്കണം. പക്ഷേ എനിക്ക് ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അതിൽ പ്രധാനം, ഓരോ ദിവസവും കുട്ടികൾ കൊണ്ടുവരേണ്ട ഭക്ഷണത്തിന്റെ മെനു ഞാൻ തലേ ദിവസം രക്ഷിതാക്കളോട് പറയും. കാരണം ഒരേ ടൈപ്പ് ഭക്ഷണം ആവുമ്പോ എനിക്കങ്ങ് മടുക്കും. പിന്നെ ഖരപദാർത്ഥങ്ങൾ ഞാൻ കുട്ടികൾക്ക് കൊടുക്കത്തേയില്ല. ഈ പിള്ളേർക്കൊക്കെ അപ്പിട്ട് കഴിഞ്ഞാൽ ഞാനല്ല കഴുകി തുടക്കേണ്ടത്. അതുകൊണ്ട് അത് കൊടുക്കില്ല. പിന്നെ എല്ലാ ഇംഗ്ലീഷ് മാസം 1-ാം തീയതിയും ഗാന്ധി ജയന്തി, ശ്രീനാരായണ ഗുരു ജയന്തി, സമാധി, ദുഃഖ വെള്ളിയാഴ്ച എന്നീ ദിവസങ്ങളിലും ഞാൻ സ്പെഷ്യൽ അവധിയിലായിരിക്കും. അതെന്തിനാ? അന്ന് ബീവറേജസ് അവധിയാണല്ലോ. ചെറിയൊരു സൈഡ് ബിസിനസ് ഉണ്ട്. അതിലൊന്നും നിങ്ങൾ കയറി ഇടപെടരുത്. സർക്കാർ ഉദ്യോഗസ്ഥനാണല്ലേ? അതെ, ചിൽഡ്രൻസ് വെൽഫെയറില. എങ്ങനെ മനസ്സിലായി? ഉണ്ണിയെ കണ്ടാൽ അറിയാമല്ലോ. എന്തായാലും വലിയൊരു ഉത്തരവാദിത്തമാണ് ഞങ്ങൾ കുഞ്ഞു ബേബിയെ ഏൽപ്പിക്കുന്നത്. ഈ കോളനിയിലും പരിസരത്തുമുള്ള കുട്ടികളെല്ലാം വികൃതികളാണെങ്കിലും ക്ഷമയോടെ ഒരു കുറവുമില്ലാതെ ഇവരെ നോക്കണം. നവംബർ 14 ശിശുദിനത്തിൽ പിറന്നവനാണ് ഈ ഞാൻ. കുട്ടികൾ എനിക്ക് വീക്ക്നെസ് ആണ്. നോക്കിക്കോ, ഒരു നിമിഷം കൊണ്ട് ഇവറ്റകളെയൊക്കെ കംപ്ലീറ്റ് ഞാൻ കയ്യിലെടുക്കും. പിന്നെ കുട്ടികളെ മാത്രമല്ല, ഈ കോളനിക്കാരെ മുഴുവനും. എന്തേ കാണോ?